പ്രിയമുള്ളവരെ, വാസ്തുവിദ്യ ഗുരുകുലത്തിൻ്റെ 2 പുസ്തകങ്ങളാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത്. ഒന്ന് കേരളീയ ചുമർ ചിത്രകല എന്ന പുസ്തകം, അത് ശശിഭൂഷൺ സാറിന് നൽകിക്കൊണ്ട് സൈചറിയാൻ സാർ നിർവഹിക്കും. അതുപോലെ വാസ്തു വിദ്യയുടെ സമീപന രീതികൾ എന്ന പുസ്തകം ബഹുമാനപ്പെട്ട ശ്രീ കാണിപ്പയൂർ തിരുമേനിക്ക് നൽകിക്കൊണ്ട് നിർവഹിക്കുന്നു. ബഹുമാനപ്പെട്ട ചെയർമാൻ നമ്മുടെ ശങ്കർ സാറ് ഞാനും കൂടി എഴുതിയ പുസ്തകമാണ് വാസ്തുവിദ്യ സമീപന രീതികൾ എന്ന പുസ്തകം. ചുമർ ചിത്രകലയെ സംബന്ധിച്ച പുസ്തകം ഞാൻ എഴുതിയ പുസ്തകമാണ്. ഈ 2 പുസ്തകങ്ങളാണ് ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത്. സമയക്കുറവ് മൂലം ഇതിന് വിശദീകരണം നൽകേണ്ടത് വാസ്തുവിദ്യ ഗുരുകുലത്തിൻ്റെ സ്ഥപതി ശ്രീ AB ശിവനാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സമയക്കുറവ് മൂലം അതൊന്നും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ മ്യൂറൽ ചിത്രങ്ങളെ സംബന്ധിച്ച് ബ്രീഫിംഗ് നടത്തേണ്ടത് മ്യൂറൽ ആർട്ടിസ്റ്റ് ശ്രീ ശ്രീകുട്ടൻ നായരാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് പരിമിതപ്പെടുത്തുന്നു തൻ്റെ തിരക്കുകൾ മൂലം. അതുകൊണ്ട് ഇത് നൽകിക്കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. അവർ 2 പേരും വേദിയിലേക്ക് വന്നു. ഇത് കഴിഞ്ഞ് ഇതിൻ്റെ അവതരണം ഉണ്ടായിരിക്കുന്നതാണ്. വാസ്തുവിദ്യ സമീപന രീതികൾ എന്ന പുസ്തകം കാണിപ്പേര് തിരുമേനിക്ക് നൽകിക്കൊണ്ട് നിർവഹിക്കുന്നു. കേരളീയ ചുമർ ചിത്രകല കാലം, സംസ്കാരം, മാനവികത എന്ന പുസ്തകം ശശിഭൂഷൺ സാറിന് നൽകിക്കൊണ്ട് സൈചറിയാൻ സാർ നിർവഹിക്കും. നന്ദി സാർ, നന്ദി. വളരെ വളരെ പുസ്തക പ്രകാശനം സംബന്ധിച്ച യോഗം ആരംഭിക്കുകയാണ്. അധ്യക്ഷൻ നമ്മുടെ വാസ്തുവിദ്യാ ഗുരുകുലത്തിൻ്റെ, അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ലോകവും അറിയപ്പെടുന്ന ഏറ്റവും വലിയ ശില്പിയും കൂടിയായിട്ടുള്ള ഡോക്ടർ G ശങ്കറാണ് നമ്മുടെ ചെയർമാൻ. അദ്ദേഹത്തെ അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ചടങ്ങിൽ വന്നിട്ടുള്ള മുഴുവൻ സുഹൃത്തുക്കളും ബന്ധുക്കളും അതുപോലെ തന്നെ സ്നേഹനിധികളായ സുഹൃത്ത് സഹോദരങ്ങളും അതുപോലെ തന്നെ ബഹുമാന്യ വ്യക്തികളെയും എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പുസ്തക പ്രകാശനം നിർവഹിച്ച് വളരെ തിരക്കിനിടയിൽ ഇവിടെ വന്നുപോയ ബഹുമാനപ്പെട്ട ജ്യേഷ്ഠ തുല്യനായിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ സൈചറിയാൻ സാറിനും സ്വാഗതം ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടിയിട്ട് ഡോക്ടർ G ശങ്കർ സാറിനെ ക്ഷണിക്കുന്നു. ഞങ്ങളുടെയൊക്കെ അക്ഷരഗുരുവും ഞങ്ങളുടെ വാസ്തുവിദ്യയുടെ കുലപതിയുമായ തിരുമേനി, ഈ വേദിയിലിരിക്കുന്ന എല്ലാവരും എത്രമേൽ കുലപതികളാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. കൺസർവേഷൻ്റെ ഇന്ത്യയിലെ അവസാനത്തെ വാക്കായിട്ടുള്ള ഡോക്ടർ വേലായുധൻ നായർ സാർ, അതേപോലെ ഏറ്റവും കേരളത്തിന് അഭിമാനമായിട്ടുള്ള ഡോക്ടർ MG ശശിഭൂഷൺ, നമ്മളുടെ സ്വന്തം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ പ്രിയദർശൻ സാർ ഉൾപ്പെടെയുള്ള ശിവൻ ഉൾപ്പെടെയുള്ള വളരെ സമ്പന്നമായിട്ടുള്ള വേദിയാണ്. ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ സാംസ്കാരിക വകുപ്പിൽ കഴിഞ്ഞ 5 വർഷം നടന്നിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങൾ കാരണം എല്ലാ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും മുഖച്ഛായ മാറ്റുന്ന രീതിയിൽ വലിയ പ്രവർത്തനങ്ങളാണ് നടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിൽ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് വാസ്തുവിദ്യ ഗുരുകുലം ഉൾപ്പെടെയുള്ള സാംസ്കാരിക സ്ഥാപനം നടന്നിട്ടുണ്ട്. ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഉണർവ് സൃഷ്ടിക്കുവാനായിട്ട് ഈ സ്ഥാപനങ്ങൾ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായും അഭിമാനകരമായിട്ട് ഓർത്തെടുക്കുന്ന ഒരു സമയം കൂടാണ്. ഇന്ന് പ്രകാശനം ചെയ്യുന്ന 2 പുസ്തകങ്ങൾ അത് സവിശേഷതയായിരുന്ന 2 പുസ്തകങ്ങളാണ്. അതിനെപ്പറ്റിയുള്ള വിശദവിവരങ്ങൾ ബാക്കിയുള്ളവർ പറയും, സമയക്കുറവൊന്നും പറയുന്നില്ല. ഒന്ന്, വാസ്തുശാസ്ത്രത്തിൻ്റെ സമീപന രീതികളെക്കുറിച്ചുള്ള പുസ്തകമാണ്. അത് ഒരു സമാഹൃത ബന്ധമാണ്. പല ഈ രംഗത്ത് ഏറ്റവും പ്രശസ്തരായിട്ടുള്ളതും പരിണിതപ്രജ്ഞരമായിട്ടുള്ള പലരുടെയും അഭിപ്രായങ്ങളും ലേഖനങ്ങളുമൊക്കെ കോർത്തിണക്കിക്കൊണ്ടിട്ടുള്ള ഒരു വിജ്ഞാന ഗ്രന്ഥമായിട്ടാണ് ഈ വാസ്തുവിദ്യയുടെ സമീപന രീതികളെക്കുറിച്ച് കിടക്കുക. അതിനും ഒരു ചരിത്രപരമായ പശ്ചാത്തലമുണ്ട്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉയരുകയും ഏറ്റവും കൂടുതൽ സംവാദങ്ങൾ ഉണരുകയും ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ വാസ്തുവിദ്യ. അതുകൊണ്ട് അതിനകത്തുള്ള ഒരു വഴികാട്ടിയായിട്ട്, ഒരു വഴിവിളക്കായിട്ട് ഈ പുസ്തകം മാറും എന്നുള്ളതിനെപ്പറ്റി അത്രയും ഗഹനമായിട്ടുള്ള അറിവുകളുടെ വലിയ ഒരു ശേഖരമാണ് ഈ പുസ്തകം. അതേപോലെ കേരളീയ ചുമർ ചിത്രകല തീർച്ചയായിട്ടും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പൈതൃകമാണ്. ഏറ്റവും അടയാളപ്പെടുത്തുകയാണ്. കേരളീയതയെ അടയാളപ്പെടുത്തുന്ന നമ്മുടെ ഒരു അഭിമാനമാണ് ഈ കലാരൂപം എന്ന് പറയുന്നത് ചുമർ ചിത്രകല. അതിൻ്റെ ചരിത്ര വഴികളിലൂടെയൊക്കെ വളരെ വിശദമായിട്ടുള്ളൊരു യാത്ര നടത്തുകയാണ്. അതിനെ അടയാളപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങളുടെ മനസ്സിനകത്ത് ഈ ചുമർ ചിത്രകല, കേരളീയ ചുമർ ചിത്രകല അടയാളപ്പെടുത്തുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ശ്രീ പ്രിയദർശൻ ആ ഗ്രന്ഥരചനയിലൂടെ നടത്തിയിരിക്കുന്നത്. അങ്ങനെ വളരെ സവിശേഷമായ വാസ്തുവിദ്യ ഗുരുകുലത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളുടെ അവസാന ഘട്ടങ്ങളിൽ
ഞങ്ങളുടെ ബുക്സ് പബ്ലിക്കേഷൻ ഈ 2 പുസ്തകങ്ങൾ സമർപ്പിക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. കേരളത്തിൽ ഇതപര്യന്തം, അത് ഞാൻ അഭിമാനപൂർവ്വം പറയണം, ഇതപര്യന്തം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഏറ്റവും നല്ല പുസ്തകം, ഈ ട്രഡീഷണൽ ആർക്കിടെക്ചറിനെ കുറിച്ച് ഏറ്റവും നല്ല പുസ്തകം മലയാളത്തിലും ഇംഗ്ലീഷിലും, ഞാൻ പറയുന്ന ആഗോള രീതിയിൽ നോക്കണം, ഏറ്റവും നല്ല പബ്ലിക്കേഷൻ ഇറക്കിയതും ഈ കാലഘട്ടത്തിൽ വാസ്തുവിദ്യ ഗുരുകുലമാണ് എന്ന് കേരളീയത അത് വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന ഏറ്റവും നല്ല പുസ്തകം ഇറക്കിയതും ഈ ഭരണകാലത്താണ് എന്ന് ഞാൻ ഓർത്തെടുക്കുകയാണ്. ഏതായാലും ഈ ചടങ്ങിൽ പങ്കെടുത്ത ഞങ്ങളുടെ സഹപ്രവർത്തകരുടെയൊക്കെ വലിയ സഹായം ഇതിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നു. ശ്രീ ശിവനും ഒക്കെയുള്ള വലിയൊരു, ശ്രീകുട്ടൻ ഉൾപ്പെടെയുള്ള ഈ നമ്മുടെ കൂട്ടായ്മ, ഈ ചെറിയൊരു കൂട്ടായ്മ, ആ കൂട്ടായ്മയുടെ ഈ പൂർണ്ണമായിട്ടുള്ള സമർപ്പിത ബോധത്തോടുകൂടെ പ്രവർത്തനങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾക്ക് സഹായമായിട്ടുള്ളത്. അതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ പ്രിയദർശനെ തീർച്ചയായിട്ടും ഓർത്തെടുക്കേണ്ടതുണ്ട്. ഇത് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ സമഗ്ര വായനയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം. വാസ്തുവിദ്യ സമീപന രീതികൾ എന്ന പുസ്തകത്തെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ലഘു വിവരണം കോഴ്സ് കോർഡിനേറ്ററും ഗുരുകുലത്തിൻ്റെ സ്ഥപതിയും കൂടിയായിട്ടുള്ള ശ്രീ AB ശിവൻ നൽകും. അതിനായി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ G. ശങ്കർ സാർ, സ്വാഗതമരളിയ വാസ്തുവിദ്യാ ഗുരുകുലം എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രിയദർശനൻ സാർ, ലോകപ്രശസ്തമായിട്ടുള്ള ആദരണീയനായ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള കൺസർവേഷൻ്റെ ഏറ്റവും ആചാര്യനായിട്ടുള്ള വേലായുധൻ സാർ, ചരിത്ര ഗവേഷകനായ ഡോക്ടർ ശശിഭൂഷൺ സാർ, ചുമർ ചിത്രകലയുടെ HOD ആയിട്ടുള്ള ശ്രീകുട്ടൻ സാർ, ഈ വേദിയെ ധന്യമാക്കുന്നതിനെത്തിയിട്ടുള്ള സദസ്സിലുള്ളവരും എല്ലാവർക്കും നമസ്കാരം. വാസ്തുവിദ്യാ ഗുരുകുലം 11ാമത്തെ പരമ്പരയിൽ ഇറക്കുന്ന പുസ്തകമാണ് വാസ്തുവിദ്യ സമീപന രീതികൾ എന്നുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 19ഓളം വാസ്തുവിദ്യയിലെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളുടെ ലേഖന സമാഹാരമാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആചാര്യന്മാർ അവരുടേതായ സംഭാവനകൾ, വിലമതിക്കുന്ന പാരമ്പര്യ ശാസ്ത്രത്തിൻ്റെ തനിമ ഉൾക്കൊണ്ടുകൊണ്ട് സാമൂഹ്യ സാംസ്കാരിക ആവാസ വ്യവസ്ഥകളെ വളരെ ലളിതമായി പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ് വാസ്തുവിദ്യ സമീപന രീതികൾ എന്ന് പറയുന്നത്. അതിൽ തന്നെ രൂപകൽപ്പനയുടെ നാട്ടറിവ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വാസ്തുവിദ്യാ ഗുരുകുലത്തിൻ്റെ ചെയർമാനായ ഡോക്ടർ G. ശങ്കർ സാർ തന്നെ അതിലെ ആദ്യ ലേഖനം തരികയുണ്ടായി. വാസ്തുവിദ്യയെ ഇത്രമാത്രം സ്നേഹിക്കുന്ന വാസ്തുശില്പിയായ അദ്ദേഹം വാസ്തുവിദ്യയുടെ സമഗ്ര വിഷയങ്ങളിലേക്ക് കടന്നുകൊണ്ട് വാസ്തുവിനെ ഏതെല്ലാം തരത്തിൽ നമുക്ക് ആധുനിക കാലത്ത് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. മണ്ണിനോടും പ്രകൃതിയോടുമുള്ള ബന്ധം, അതുപോലെ തന്നെ സൗരോർജ സാന്നിധ്യവും പ്രകാശോർജവുമെല്ലാം ദിശകൾക്കനുസരണമായിട്ടാണ് വാസ്തുവിദ്യയിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് അദ്ദേഹം ആ ലേഖനത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ കൂടുതലായിട്ടുള്ള വിഷയങ്ങളിലേക്ക് കടന്നു പോകാൻ പറ്റും. ഞാൻ ഓരോ ഭാഗങ്ങളായിട്ടൊന്ന് എടുത്തു പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ലേഖനമാണ് നമുക്കിതിനകത്തിൽ ആദ്യം നമുക്ക് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത് ക്ഷേത്രഘടനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ വാസ്തുവിദ്യയുടെ കുലപതിയായിട്ടുള്ള ശ്രീ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ആചാര്യൻ അറിവുകളെക്കുറിച്ചാണ് ആദ്യം പ്രതിപാദിക്കുന്നത്. ഋക്ക്, യജസ്, സാമം, അഥർവം എന്നീ 4 വേദങ്ങളിലുള്ള ആ ജ്ഞാനവിജ്ഞാനങ്ങളെ അതിൽ നിന്ന് അഥർവവേദത്തിൽ നിന്നിൻ്റെ ഉപവേദമായ സ്ഥാപത്യവേദത്തെക്കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കി തരികയും ഞാൻ ആരാണ്, ഞാൻ ഉണ്ടായതെങ്ങനെയാണ് എന്ന അച്ഛൻ്റെയും അമ്മയുടെയും ആ ഒരു തുടക്കം തുടങ്ങി
വേദങ്ങളിലെ അറിവുകൾ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് തൊട്ട് അത് ക്ഷേത്രഘടനയിലേക്ക് എങ്ങനെ വന്നു, ക്ഷേത്രങ്ങൾ എന്താണ്, ക്ഷേത്രത്തിൻ്റെ സമഗ്രമായ വിഷയങ്ങളെക്കുറിച്ച് വളരെയധികം ആ ലേഖനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. നമുക്ക് നല്ലൊരു ലേഖനമാണത്. അതും ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലുണ്ട്. കേരളീയ വാസ്തുശില്പ ചിന്തകൾ എന്ന് പറഞ്ഞ് അടുത്ത ഒരു വിഷയം പറയുന്നുണ്ട്. അത് ഇതിനകത്തിൽ കേരളത്തിൻ്റെ വാസ്തുശില്പ ചിന്തകൾ എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം, അത് ആധുനിക വീക്ഷണത്തിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മളെ MV ദേവൻ, അദ്ദേഹം നമുക്കറിയാം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ലേഖനം ഇതിൽ വിഭവ സമാഹരണം എന്ന് ശങ്കർ സാർ പറഞ്ഞതുപോലെ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് എന്നുള്ള ആ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉണ്ടാകുന്ന അനുഭൂതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഭവന നിർമ്മാണത്തെക്കുറിച്ച്, പ്രാചീനമായിട്ടുള്ള ഭവനങ്ങളുടെ പ്രത്യേകതകൾ എന്താണ്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വിഷയങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊക്കെ സമഗ്രമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു ലേഖനവും നമുക്കിതിൽ കാണാൻ പറ്റും. കേരളത്തിൻ്റെ തച്ചുശാസ്ത്രം എന്ന് പറയുന്ന ഒരു ലേഖനം ഇതിൽ കൊടുത്തിട്ടുണ്ട്. പാരമ്പര്യ ഘടകങ്ങളെക്കുറിച്ച് വളരെയധികം സവിസ്തരം പ്രതിപാദിക്കുന്ന ലേഖനമാണ് അതിലുള്ളത്. വാസ്തുശാസ്ത്രത്തിൻ്റെ വളർച്ച, സൂക്ഷ്മ സ്പർശം എന്ന് പറഞ്ഞ് മറ്റൊരു ലേഖനം ഇതിനതിൽ കൊടുത്തിട്ടുണ്ട്. വാസ്തുശാസ്ത്രം ചില പാഠഭേദങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വ്യതിയാനങ്ങളും വ്യതിരിക്തങ്ങളായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചും വൈവിധ്യതയെക്കുറിച്ചുമെല്ലാം അതിനകത്തിൽ സമഗ്രമായി പ്രതിപാദിക്കുന്നുണ്ട്. കൂത്തമ്പലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കൊച്ചിയിലെ രാജകീയ സൗധങ്ങളെക്കുറിച്ച് പറയുന്നു. കേരളത്തിലെ പരമ്പരാഗത നാലുകെട്ടുകളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഇതിനകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. വാസ്തുവിദ്യയും വാസ്തുശാസ്ത്രവും ഒരാമുഖം എന്ന ഒരു ലേഖനം നമുക്കിതിനകത്തിൽ വ്യക്തമായി കാണാം. ഞാൻ സമയക്കുറവ് മൂലം ഇത് കൂടുതലായി ഇതിൻ്റെ വിഷയങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. എന്നിരുന്നാലും അതിൻ്റെ ഒരു തലക്കെട്ട് വായിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്. ഗൃഹനിർമ്മാണം ചെറിയ ഭൂമിയിൽ എന്ന പ്രായോഗിക വിജ്ഞാനത്തെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. വാസ്തുവിദ്യയുടെ അക്ഷരമാല എന്ന് തുടങ്ങി കായലാടിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ലേഖനങ്ങളെ സമാഹരിച്ചുകൊണ്ട് അതിനെ എഡിറ്റ് ചെയ്തുകൊണ്ട് ഇതിനകത്തിൽ അതിൻ്റെ സമഗ്രമായിട്ടുള്ള ഒരു ഗദ്യരൂപം നമുക്ക് ഇതിനകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ക്ഷേത്ര നിർമ്മാണവും ശില്പകലയും എന്ന വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സുഖഭവനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പരമ്പരാഗത കേരളീയ വാസ്തുവിദ്യ എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആധുനിക രൂപകൽപ്പനയും വാസ്തുവിദ്യയുടെ പ്രയോഗവും എന്ന വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മനുഷ്യാലയവും തത്വപ്രമാണങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പൊതുമണ്ഡല ധാരണകളെക്കുറിച്ചും ഈ പുസ്തകത്തിൽ സമഗ്രമായിട്ട് പ്രതിപാദിക്കുന്നു എന്നുള്ളതാണ്. ശശിഭൂഷൺ സാറിൻ്റെ പ്രത്യേക ഒരു ലേഖനം അതിനകത്ത് നമുക്ക് എടുത്തു പറയുന്നതാണ്. 9-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിലെ ശാസനകളും അതുപോലെ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള വാസ്തുവിദ്യയുടെ സമഗ്രമായ സംഭാവനകളെക്കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായിട്ട് അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, വാസ്തുശാസ്ത്രം എന്ന് പറയുമ്പോൾ അത് സാമൂഹ്യപരമായിട്ടും അതുപോലെ തന്നെ അതിൻ്റെ സാംസ്കാരികമായിട്ടുള്ള പൈതൃകങ്ങളെ നിലനിർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ തന്നെ തനതായ ഒരു വാസ്തുവിദ്യ രൂപപ്പെട്ടു വന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലാകെ നമ്മൾ നോക്കുകയാണെങ്കിൽ പല ആക്രമണങ്ങൾ മൂലവും പലതും നശിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിന് അത്തരം ആക്രമണത്തിൻ്റെ സാധ്യതകൾ വളരെ കുറവാണ് വന്നത്. അതിൻ്റെ ഒരു കാരണം തന്നെ നമുക്കറിയാം, കിഴക്കൻ സഖ്യപർവ്വതങ്ങളും അറബിക്കടലും എല്ലാം നമ്മളെ സംരക്ഷിച്ചുകൊണ്ടും മതസഹിഷ്ണുതയോട് കൂടിയിട്ടുള്ള നമ്മുടെ നാട്ടുരാജാക്കന്മാരുടെ ആ ഒരു വിദേശികളെ ആദരവോട് സ്വീകരിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങളും വിഷയങ്ങളുമെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടാണ് കേരളത്തിലെ പല ആർക്കിടെക്ചറുകളും മുന്നോട്ട് വന്നിട്ടുള്ളത്. പരമ്പരാഗതമായിട്ടുള്ള ശൈലിക്ക് വൈദേശികവും പൗരസ്ത്യവും പാശ്ചാത്യവുമായിട്ടുള്ള സംസ്കാരങ്ങളെ ഇഴുകിച്ചേർന്നുകൊണ്ട് അത് ഡെവലപ്പ് ചെയ്യുകയുണ്ടായി. ഈ വിഷയങ്ങൾ സമഗ്രമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഈ വാസ്തുവിദ്യ സമീപന രീതികൾ എന്ന് പറയുന്നു. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇനി വാസ്തുവിദ്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കേരളത്തിലും ലോകമെമ്പാടുമുള്ള മനുഷ്യർ ഒന്ന് കാണാൻ
ഒന്നടുത്തിരുന്ന് സംസാരിക്കാൻ ഒരു റഫറൻസിന് വേണ്ടി ഏറ്റവും ആഗ്രഹിച്ചു നിൽക്കുന്ന ഏറ്റവും ഉന്നത ശ്രേണിയിലുള്ള മഹത് വ്യക്തിയാണ് ബഹുമാനപ്പെട്ട പിതൃതുല്യനായിട്ടുള്ള ശ്രീ കാണിപ്പേർ തിരുമേനി. തിരുമേനി ഇന്നിവിടെ വന്നത് തന്നെ ഈ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ്. തിരുമേനി വാസ്തുവിദ്യാ ഗുരുകുലത്തിൻ്റെ ഡീൻ കൂടിയാണ്. തിരുമേനിയെ ഇത് അധികരിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളും. അധ്യക്ഷ പദവിയിലും വേദിയിലും സഭയിലും ഉള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവരും പ്രത്യേകിച്ച് അവരവരുടെ കുടുംബം ജനിക്കുന്നത് പോലെ തന്നെ ഞാനും കാണിപ്പയൂർ എന്ന കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളതാണ് എനിക്കുണ്ടായ അല്ലെങ്കിൽ വിചാരിക്കുന്ന വല്ലതും പറഞ്ഞു തരാൻ പറ്റിയെങ്കിൽ അതിലുള്ള കൃതാർത്ഥത എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇവിടെ 2 പുസ്തകങ്ങളിലെ ഏറ്റവും കാരണം നമ്മൾ പിറന്നു വീഴുന്നത് ഭൂമിയിലാണ്, അതേപോലെ പിന്നെ ജീവിച്ചു വരുന്നതും പിറന്ന് ഭൂമിയിൽ തന്നെയാണ്. അപ്പോൾ അവിടെ 2 കാര്യങ്ങളാണ് ആവശ്യം. നമ്മുടെ ആ നിലത്തൂന്നി നിൽക്കുന്ന തത്വം, ആ തത്വം തന്നെയാണ് ഗൃഹാദികളിലും ക്ഷേത്രങ്ങളിലും ഉപയോഗപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ അതിനോടൊപ്പം ഭക്ഷണത്തിന് ആവശ്യമായ വൃക്ഷലതാദികൾ എങ്ങനെ വേണം, എവിടെ ഉണ്ടാവണം, അല്ലെങ്കിൽ ജനിക്കുന്നതിനോടൊപ്പം അതും ഉണ്ടായിരിക്കണം എന്നുള്ള തത്വമാണ്. അപ്പോൾ അതിന് രണ്ടിനെയും കൂടി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ശാസ്ത്ര രൂപമാണ് നമുക്ക് ഏറ്റവും ഉചിതമായി നമ്മൾ ജനിച്ചു കഴിഞ്ഞാലുള്ള ആവശ്യം. അതിനാൽ അതിന് എങ്ങനെ ഈ ഭൂമിയിൽ കേന്ദ്രീകരിച്ച് ഒരേ ഉന്നത്തിൽ ഒരേ ലക്ഷ്യത്തിൽ ലക്ഷ്യപ്രാപ്തി നേടാൻ പറ്റുമോ, അതിൻ്റെ ഏറ്റവും ഒരു ഉദാഹരണമാണ് ഈ 2 കാര്യം. നമ്മൾ ജനിക്കുക, അവിടെ വളരുക, ആ വളരുന്നതിന് വേണ്ടിയുള്ള ഭക്ഷണ സാധനങ്ങൾ. അപ്പം 2 കാര്യമുള്ളൂ, ജനനവും ഭക്ഷണവും, വേറൊന്നുമില്ല. അതിനു വേണ്ടിയുള്ള തത്വങ്ങളാണ് ഇതിൽ ആദ്യം പറഞ്ഞിട്ടുള്ളത്. അതിൽ പ്രധാനം മലയാളം പറയുക എന്നുള്ളത് നമ്മുടെ സജി ചെറിയാൻ മന്ത്രി പറഞ്ഞല്ലോ, അതും ശരിയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ ഏറ്റവും പ്രധാനം നമ്മൾ അക്ഷരമാല പഠിക്കുമ്പോൾ ആ തുടങ്ങി ക്ഷ വരെ പഠിച്ചാൽ ഉടനെ ചെല്ലണം ക്ഷ എന്ന് പിന്നാക്കവും. അത് രണ്ടും ആയോ എന്നാ മലയാളമായി എന്നാ പറയേണ്ടത്. ഏത് ഭാഷയും അങ്ങനൊരു ചിട്ട എനിക്ക് തോന്നുന്നില്ല വേറെ ഭാഷകളിൽ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തായാലും അപ്പം അങ്ങനെയുള്ള ആ 102ൻ്റെ 51 അക്ഷരം അങ്ങോട്ടും 51 അക്ഷരം ഇങ്ങോട്ടും നമ്മൾ എന്തുണ്ടാവുന്നു, നമുക്ക് ഏതാണോ കിട്ടിയത് അതിൽ നിന്ന് കിട്ടിയതിലേക്ക് തന്നെ എത്താനുള്ള ഒരു സൂചന. അപ്പം നമുക്ക് എന്ത് വരുന്നു, 1ൽ നിന്ന് നമ്മൾ 51 ആക്കണു, 51ൽ നിന്ന് 1 ആക്കണു, ആ 1 ആവുക എന്നുള്ളതാണ് നമ്മുടെ തത്വം. അതെല്ലാവർക്കും ആ ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, ഞാൻ സ്വീകരിച്ച പുസ്തകം കേരളത്തിലെ ചുവർച്ചിത്രങ്ങളെക്കുറിച്ച് പ്രിയദർശനൻ തയ്യാറാക്കിയ പുസ്തകമാണ് ഞാൻ സ്വീകരിച്ചത്. ആദ്യമായി ഞാൻ ആ ഗ്രന്ഥകാരനെ അഭിനന്ദിക്കുന്നു. കേരളത്തിലെ ചുവർച്ചിത്രങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ ഒരു പൈതൃക കലയാണിത്. ഒരു പക്ഷേ ഇന്ത്യയിലെ മറ്റ് വളരെ ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഒരു ലിവിങ് ആർട്ടായിട്ട് ചുവർച്ചിത്രങ്ങൾ ഇന്നും നിലനിൽക്കുന്നത്, വരയ്ക്കുന്നത്, പ്രചരിപ്പിക്കപ്പെടുന്നത്. രാജസ്ഥാനിലുണ്ട്, ഒറീസയിലുണ്ട്, അതുപോലെ ഹിമാചൽ പ്രദേശിലുണ്ട്, അതുപോലെ ഉത്തരാഖണ്ഡിലുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നാൽ ദക്ഷിണേന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ആ പ്രാചീന ചിത്രകലയിൽ നിന്നൊക്കെ പാടെ വ്യതിചലിച്ചിട്ടുള്ള ഒരു ആലേഖനങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. എന്നാൽ നാം ആകട്ടെ ആ പൈതൃകത്തെ അമൂല്യമായ ഒരു നിധിയായിട്ട് കാത്തു സൂക്ഷിക്കുന്നു. ഇന്ന് കേരളത്തിലെ ചുവർച്ചിത്ര രചനയുടെ പേരിൽ പല ഓൺലൈൻ കോഴ്സുകൾ നടക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ ഈ ഓൺലൈൻ കോഴ്സുകൾ പഠിപ്പിക്കുന്നവരും പഠിക്കുന്നവരും
യഥാർത്ഥ ചുവർച്ചിത്ര കലയുടെ ആത്മാവിൽ നിന്നൊക്കെ വളരെ ദൂരം വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകാതിരിക്കുവാൻ തീർച്ചയായിട്ടും ആറന്മുള വാസ്തുവിദ്യ ഗുരുകുലം ചെയ്യുന്ന സംഭാവനകളെ വളരെ ആഹ്ലാദത്തോടെയും പ്രതീക്ഷയോടെയും കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ സ്ഥാപനവുമായിട്ട് ഈ അടുത്ത കാലത്ത് വളരെ സജീവമായി സഹകരിക്കുന്നുണ്ട്. തുടർന്നും ആ ബന്ധം തുടരുക തന്നെ ചെയ്യും. നമുക്ക് ഈ അമൂല്യ പൈതൃകത്തിൻ്റെ സവിശേഷത, ചുവർച്ചിത്രകല എന്ന് പറഞ്ഞാൽ അത് വാസ്തുശില്പത്തിൻ്റെ ഭാഗമായിട്ട് രൂപം കൊണ്ടതാണ്. ദാരുശില്പങ്ങളാണെങ്കിലും ചുവർച്ചിത്രങ്ങളാണെങ്കിലും. അതുകൊണ്ട് വാസ്തുവിദ്യ ഗുരുകുലം തന്നെയാണ് ഈ ദാരുശില്പങ്ങളെയും ചുവർച്ചിത്രങ്ങളെയും പ്രചരിപ്പിക്കേണ്ടതും പ്രോത്സാഹിപ്പിക്കേണ്ടതും. എനിക്കൊരു വിനീതമായ ഒരു അപേക്ഷ കൂടി ഈ സന്ദർഭത്തിലുണ്ട്. ഈ ഭരണസമിതി ഒരു ദാരുശില്പത്തിൻ്റെ പഠന കോഴ്സും കൂടി അവിടെ ആരംഭിക്കണമെന്ന്. കാരണം അതിനും വളരെയേറെ വെള്ളം ചേർത്ത് മായം ചേർത്ത് കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ചുവർച്ചിത്രങ്ങളെ പോലെ തന്നെ കേരളീയതയുടെ ഒരു ജീനിയസ് നമുക്ക് കാണാൻ പറ്റും ഈ ദാരുശില്പ കലയിലും. അപ്പോൾ ആ ദാരുശില്പങ്ങളും ചുവർച്ചിത്രങ്ങളെ പറ്റിയൊക്കെ കൂടുതൽ പുസ്തകങ്ങൾ ഉണ്ടാകട്ടെ. ദാരുശില്പങ്ങളെ പറ്റിയും ഒരു പുസ്തകം ഉടനെ തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചവരെ ഞാൻ അഭിമാനത്തോടെ അവർക്ക് ആശംസകൾ നേരുന്നു. ലോകത്ത് പൈതൃക സംരക്ഷണത്തിൻ്റെയും പ്രിസർവേഷൻ കൺസർവേഷൻ്റെയും ഒക്കെ ഇറ്റലിയിലടക്കം അതിൻ്റെ പരമോന്നത സ്ഥാനങ്ങളിലിരുന്ന് ലോകത്താകമാനം ഈ പൈതൃകത്തിൻ്റെ സന്ദേശവും അതിൻ്റെ ദാർശനികതയും അതിൻ്റെ ഫിലോസഫിയും ചിന്തയുമൊക്കെ വളരെ കാലം സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ വേലായുധൻ നായർ സാറുണ്ട്. സാറിനെ പ്രതികരണത്തിനായി ക്ഷണിച്ചുകൊള്ളു. ഞാനിപ്പോൾ ഒരു റീബർത്ത് എന്ന് പറയുന്ന ഒരു ക്യാൻസർ ഇതിൽ കഴിഞ്ഞ് അതിൻ്റെ സക്സസ്ഫുള്ളായിട്ട് അതിജീവിച്ച നിമിഷത്തിലാണ് ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ്. ഈ പ്രതിരക്ഷൻ സാർ വിളിച്ചപ്പോൾ എനിക്ക് വരാതിരിക്കാൻ നിവൃത്തിയില്ലായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഈ പൈതൃക സംരക്ഷണവും ഇത് നോക്കും അതിൻ്റെ ഇമ്പോർട്ടൻസ്. കാരണം ഞാൻ റോമിൽ ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനായ ഇക്രോം അതിൻ്റെ അതിൻ്റെ 1960 സ്ഥാപിച്ച ഇക്രോം എന്ന് പറയുന്ന ഒരു ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ്റെ അതാണ് അതിൻ്റെ സ്ഥാപകത്തിൻ്റെ ഉദ്ദേശം മ്യൂറൽ പെയിൻറ്റിങ്, ഈ ട്രഡീഷണൽ ആർക്കിടെക്ചർ. ഈ ട്രഡീഷണൽ പൈതൃക ആർക്കിടെക്ചർ എന്നതും മ്യൂറൽ പെയിൻറ്റിങ്സും ആ സ്ഥാപനത്തിൻ്റെ പ്രധാന ഉദ്ദേശങ്ങളിലൊന്നായിരുന്നു. അതിൻ്റെ വൈസ് പ്രസിഡൻ്റായി 10 വർഷം സേവനം അനുഷ്ഠിക്കാനായിട്ട് എനിക്കൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് അപ്പോൾ ഈ പൈതൃക സംരക്ഷണവും ഈ പൈതൃകം ദറ്റ് ഈസ് ട്രഡീഷണൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഇപ്പോഴും നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ, അതിന് വേണ്ടത്ര പ്രാധാന്യം നൽകിയിട്ടുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ഇമ്പോർട്ടൻസ് ഈ ആർക്കിടെക്ചർ അതിന് ഏറ്റവും കൂടുതൽ ലോകത്തിൽ മുഴുവൻ ഇക്രോം അതിന് കോഴ്സ് ആദ്യത്തെ കോഴ്സ് ഇക്രോം യുനെസ്കോ കോഴ്സാണ്. ഇക്രോമിൻ്റെ മ്യൂറൽ പെയിൻറ്റിങ് അവർക്ക് പ്രധാനമായിട്ടുണ്ടായിരുന്നത് ഇക്രോം ട്രഡീഷണൽ ആർക്കിടെക്ചറൽ കൺസർവേഷൻ, പിന്നെ ഉണ്ടായിരുന്നത് മ്യൂറൽ പെയിൻറ്റിങ്സ്, പിന്നെ സയൻറ്റിഫിക് കൺസർവേഷൻ. ഈ 3 ശാഖകളാണ് ഉണ്ടായിരുന്നത്. ആ സ്ഥാനത്ത് എനിക്കൊരു ഭാഗ്യം കിട്ടി. ഞാൻ NRLC ഡയറക്ടറായിരുന്നപ്പോൾ അതിൻ്റെ ഒരു കോഴ്സ് മ്യൂറൽ പെയിൻറ്റിങ്സിൻ്റെ കോഴ്സ് റോമിൽ നിന്ന് അതേ കോഴ്സ് അതേ രീതിയിൽ ഈ ഇന്ത്യയിൽ കൊണ്ടുവരികയും അത് ലക്നൗ നാഷണൽ റിസ്ക് ലബോറട്ടറി കൺസർവേഷനിൽ നടത്തുകയും ചെയ്തു. ആ കോഴ്സിൽ ഡോക്ടർ ശശിഭൂഷൺ അദ്ദേഹം നമ്മുടെ കോഴ്സിന് അന്ന് വന്നിരുന്നു. അന്ന് അദ്ദേഹം ആ കോഴ്സിന് വരികയും അന്ന് ഗുരുവായൂരിൽ നിന്ന് പെയിൻറ്റിങ്സിൻ്റെ കൃഷ്ണൻകുട്ടി നായർ സാർ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ അദ്ദേഹം വന്നിരുന്നു. അതിനകത്ത് നമ്മുടെ ഒരു റീജിയണൽ കോഴ്സാണെങ്കിലും അന്നത്തെ കോഴ്സിൽ
ചുവർച്ചിത്രങ്ങൾ അവിടെ വെച്ച് വരച്ചു അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുത്തു. അത് അത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കോഴ്സായിരുന്നു. ഇന്ത്യയിൽ വെച്ച് നടത്താനായിട്ടുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രഡീഷണൽ ആർക്കിടെക്ചർ, പൈതൃകം എന്ന് പറയുന്ന വാക്ക്, എന്ന് പറയുന്ന ഇത് ഏറ്റവും വാസ്തുവിദ്യാ ഗുരുകുലം ചെയ്യുന്ന രീതി വളരെ അധികം അഭിനന്ദനാർഹമാണ്. പക്ഷേ ഇത് പോരാ. ഇത് മാത്രമാണോ? ഇത് പൈതൃക സംരക്ഷണം, ട്രഡീഷണൽ ഈ കൺസർവേഷൻ അല്ല, ഈ ട്രഡീഷണൽ ആർക്കിടെക്ചർ, അത് ഇതിനൊരു വാസ്തുവിദ്യാ ഗുരുകുലം ഈ സ്ഥിതിയിൽ പ്രവർത്തിച്ചാൽ പോരാ. ഇതൊരു ഡീംഡ് ഒരു യൂണിവേഴ്സിറ്റി തന്നെ ആകണം. ഇതിന് ഗവേഷണ ശാഖ വേണം. ഇതിനകത്തൊരു യൂണിവേഴ്സിറ്റി ആയിട്ട് കേരളത്തിൽ അതിന് ഏറ്റവും വളരാൻ ചാൻസ് ഉള്ള, ഏറ്റവും കൂടുതൽ ഈ വളരാൻ ചാൻസ് ഉള്ളതും അതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസുമായിട്ടുള്ള ഒരു ശാഖയാണ് ഇതിൻ്റെ ട്രഡീഷണൽ ആർക്കിടെക്ചർ, പൈതൃകം സംരക്ഷണം. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഇത് കണ്ടിന്യൂ ചെയ്ത് ഇതൊരു യൂണിവേഴ്സിറ്റി ലെവൽ എത്തിക്കണമെന്നും അത് എത്തിക്കാനായിട്ടുള്ള പ്രയത്നം ശങ്കർ സാറിൻ്റെ നേതൃത്വത്തിൽ നടക്കുമെന്നും അത് സക്സസ്. ഇപ്പോൾ കാണിപ്പയ്യൂർ തിരുമേനി അദ്ദേഹം ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആർക്കിടെക്ട് എൻ്റെ ഒരു ഭാഗ്യത്തിന് അദ്ദേഹത്തിന് ഞാൻ സുപ്രീം കോടതി എന്നെ ചെയർമാൻ അതിൻ്റെ എക്സ്പെർട്ട് കമ്മിറ്റിയുടെ ആളാക്കി. അപ്പോൾ കാണിപ്പയ്യൂർ അദ്ദേഹം അവിടെ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇതിൻ്റെ സംരക്ഷണത്തെ ചോദിച്ചപ്പോഴത്തേ അദ്ദേഹം പറഞ്ഞു, ഒരു അളവ് മാത്രം മതി, ബാക്കി അളവെല്ലാം ഞാൻ പറഞ്ഞുതരാം. കാരണം ട്രഡീഷണൽ ആർക്കിടെക്ചർ അത്രയ്ക്കും തിരുമേനിയുടെ അന്ന് അതിശയിച്ചു പോയി. പക്ഷെ അതിൽ ഒരു അടുകിട വ്യത്യാസം വരാതെ ഒരു അളവെടുത്തതിന് ശേഷം അദ്ദേഹം അത്രയ്ക്ക് നോളജബിൾ ആണ്. ഇപ്പോഴത്തെ ആ ശാഖ നമ്മൾ മറന്നു പോരുത്. ഇപ്പോൾ പ്രിയദർശൻ സാർ ഇതിനകത്ത് വന്നതിന് ശേഷം ഇതിനകത്ത് ഇമ്പോർട്ടൻസ് എടുക്കുന്നത് കണ്ടും ഇതിനെപ്പറ്റി ഒരു പുസ്തകം രചിച്ചു. അത് വളരെയധികം സന്തോഷമുണ്ട്. അത് വളരെയധികം ഇതിൻ്റെ സംരക്ഷണത്തിന് ഇതിന് പ്രയോജനം ചെയ്യും എന്ന് എനിക്ക് കാര്യമായിട്ട് ചെയ്യാൻ സാധിക്കും. ഈ ശാഖ കേരളത്തിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ശരിക്കും മനസ്സിലാകും. ഇത് ലോകത്തിൽ ഈ സാറിനറിയാമായിരിക്കും വിക്രം കോഴ്സ്, that is the basic course and the most important course in traditional architecture. അത് ഇക്രോം കോഴ്സ് ഇക്രോം കോഴ്സ് പഠിച്ചാൽ അത് നമ്മൾ എല്ലാം ഞാൻ അവിടുത്തെ സ്റ്റുഡൻ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഇക്രോമിൽ ആദ്യം സ്റ്റുഡൻ്റ് ആകാനും പിന്നെ അവിടുത്തെ ഫാക്കൽറ്റി ആകാനും പിന്നെ അതിൻ്റെ വൈസ് പ്രസിഡൻ്റ് വരെ എത്താനായിട്ടുള്ള ഒരു ഭാഗ്യം സിദ്ധിച്ചതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ശാഖ നമ്മുടെ കേരളത്തിൽ വളർത്തിയെടുക്കണം. അതിന് വാസ്തുവിദ്യ ഗുരുകുലത്തിൻ്റെ വളർച്ചയോടുകൂടി ഈ ശാഖയും വളരണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. നമസ്കാരം. പ്രിയദർശൻ സാറ് വാസ്തുവിദ്യാ ഗുരുകുലത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ചാർജ് എടുത്ത് 3 വർഷം കൊണ്ട് അദ്ദേഹം അവിടുത്തെ ഗഹനമായ 2 വിഷയത്തെക്കുറിച്ച് 2 പുസ്തകങ്ങൾ രചിച്ചു. അതിൽ നിന്ന് തന്നെ ആ വിഷയങ്ങളിൽ അദ്ദേഹത്തെ എത്രത്തോളം ആഴത്തിൽ സ്വാധീനിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മളിവിടെ ഈ 2 പുസ്തകങ്ങൾ ഇന്ന് പ്രകാശനം ചെയ്തത്. കേരളീയ ചുവർച്ചിത്രകല എന്ന പുസ്തകത്തെ നമ്മൾ പരിചയപ്പെടുമ്പോൾ കേവ് ചിത്രങ്ങൾ മുതൽ ലോക രാഷ്ട്രങ്ങളിലെല്ലാം പടർന്നു കിടക്കുന്ന ആ കലയുടെ അതിനെ ക്രോഡീകരിച്ചു കൊണ്ടുവന്ന് ഭാരതീയ കലകളിലൂടെ കൊണ്ടുവന്ന് കേരളീയ ചുവർച്ചിത്രകല അത് സംസ്കാരവുമായി എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു, അത് ചരിത്രത്തിൻ്റെ ഭാഗമായി എങ്ങനെ നിൽക്കുന്നു, അത് കാലവുമായി എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു, അത് മാനവീയത അതുമായി എങ്ങനെ നിൽക്കുന്നു. അത് ഞാൻ പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. എല്ലാവരും പുസ്തകം വാങ്ങിക്കുക, അത് വായിക്കുക. 2 രീതിയിൽ ഇത് ഉപകാരപ്പെടും. ചിത്രകല പഠിക്കുന്നവർക്ക് ഇത് കൂടുതൽ ആഴത്തിലേക്ക് ചെന്നെത്തുന്നതിന് വേണ്ടിയുള്ള ചുമർച്ചിത്രകലയുടെ എല്ലാ ഭാഗങ്ങളെയും ടച്ച് ചെയ്തുകൊണ്ടാണ് പോകുന്നത്.
അതേപോലെ തന്നെ നമ്മുടെ ഈ സംസ്കാരത്തെ അടുത്തറിയാൻ ചിത്രകലയുമായി ബന്ധമില്ലാത്ത നിങ്ങൾക്കിത് വായിക്കുമ്പോൾ തീർച്ചയായും മനസ്സിലാവും. ഈ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ പൈതൃകത്തെ അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാവും. നമ്മൾ ക്ഷേത്രങ്ങളിൽ, കൊട്ടാരങ്ങളിൽ, പള്ളികളിലായി കണ്ടിട്ടുള്ള ഈ ചിത്രങ്ങൾ ഒരു ചിത്രമായി കണ്ട് അതിനെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും. പക്ഷേ ഈ പുസ്തകം വായിക്കുമ്പോൾ ഇതിന് ഇത്രത്തോളം മൂല്യമുണ്ട്, ഇതിനെ എങ്ങനെ നമുക്ക് വാണിജ്യവൽക്കരിച്ച് ഒരു ടൂറിസവുമായി ബന്ധപ്പെടുത്താം, മാനവീക സമൂഹത്തിനത് എത്രത്തോളം ഉതകും എന്നുള്ളതിനെക്കുറിച്ച് ഈ പുസ്തകത്തിൽ സവിസ്തരം പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാവരും ഈ പുസ്തകം വാങ്ങി വായിക്കുക, നമ്മുടെ പൈതൃകത്തെ അടുത്തറിയുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. സമയം തീർന്നിരിക്കുകയാണ്, നമുക്ക് തന്നിട്ടുള്ള സമയം. ഈ ചടങ്ങ് വളരെ ഹൃദ്യവും മനോഹരവുമാക്കാനായി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പ്രഗത്ഭരായ വ്യക്തികളെയും സ്നേഹനിധികളായ സഹോദരി സഹോദരന്മാരെയും എൻ്റെ സഹപ്രവർത്തകർക്കുമെല്ലാം സ്നേഹവും മാനവികതയും പങ്കുവച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി.